പിന്നെ കാസിമേ, ഒരു സംശയം. ഈ മുത്തുനബിയും സ്വഹാബത്തും നബിദിനം ആഘോഷിച്ചുകൊണ്ടെന്ന് കുറിച്ച് ചോദിക്കണ്ടല്ലോ, ഈ വഹാബി ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് കാസിമേ? ഞാൻ ഈ ചോദ്യം കുറെ ഇങ്ങനെ ആലോചിച്ചു. അല്ല, സത്യത്തില് എന്തെങ്കിലും തെളിവ് കിട്ടാത്തതുകൊണ്ടാണോ ഈ വഹാബികൾ നബിദിനം ആഘോഷിക്കാത്തത്? അതല്ല മുത്തുനബിയുടെ മാതൃക അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഒക്കെ ഒരു മാതൃക, ആ ഒരു മാതൃക കിട്ടാത്തത് കൊണ്ടാണോ നമ്മൾ ചെല്ലുന്ന സലാത്തുകളായാലും മൗലിദുകളായാലും ഇതിനൊക്കെ ഒരു വിമർശിക്കുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ ചോദിക്കണ്ടല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ഇത് ചെയ്തിട്ടുണ്ടോന്ന്. ഇവർ ചെയ്യണതൊക്കെ മുത്തുനബിയും സ്വഹാബത്തും ചെയ്തതാണ്. ഈ അനർബി ഭാഷയുള്ള ജുമാ ഖുതുബയും സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരും, ഇതൊക്കെ മുത്തുനബിയും സ്വഹാബത്തും ചെയ്തതാണ്. പിന്നെ എന്ത് പ്രസക്തിയാണ് ഇവരെ ചോദ്യത്തിനുള്ളത്? ഇവർ ചോദിക്കണ്ടല്ലോ മുത്തുനബിയും സ്വഹാബത്തും ചെയ്തു, മുത്തുനബിയും സ്വഹാബത്തും ചെയ്തുകൊണ്ട് ഇവർക്ക് ചോദിക്കാനുള്ള അർഹത ഉണ്ടോ? അതാണ് ഇപ്പം ഇക്കും മനസ്സിലാകത്ത്. ഇവരെ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? സോഷ്യൽ മീഡിയ തുറന്നാ ഈ ചോദ്യം തന്നെ, മുത്തുനബിയും സ്വഹാബത്തും ചെയ്തു. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം കണ്ടത്, ഞാൻ ഒന്ന് നോക്കിട്ടാ, ഇതൊന്ന് വായിച്ചു നോക്കണം. മുത്തുനബിയും സ്വഹാബത്തും ചെയ്തു. ഇവർ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? ഇവരെ ചോദ്യം കേട്ടാതൊന്നും ഇവർ മുത്തുനബിയും സ്വഹാബത്തും ചെയ്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇവർ എന്താ ചെയ്തത്? ഇവരെന്താ വെച്ചാൽ പുതിയ നിയമങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം, അല്ല മുത്തുനബി സ്വഹാബത്തും ചെയ്തതല്ല. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ, ജുമാക്ക് അനർബി ഭാഷയിലാണ് ഓല് ഖുതുബ ഓതുന്നത്. അപ്പൊ മുത്തുനബി സ്വഹാബത്തും ചെയ്തതല്ല. സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരാം, അത് ഓല് ചെയ്തത് അല്ല. നിർത്തുന്നത് ഇവരെ പരിപാടി എന്താ അറിയോ? ഇവരെത്ര കാര്യം ചോദിച്ചത് ഹദീസിലും ഖുറാനും വന്നിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോൾ അങ്ങനെ ചോദിക്കണില്ല. കാരണം എന്താ? നമ്മൾ ഖുറാൻ എടുത്ത ഒരു കാര്യത്തിന് ഓതി കൊടുക്കും. ആ ചോദ്യം അവർക്ക് ചോദിക്കുന്നവരാ. അപ്പോൾ അതുകൊണ്ടാണ് എന്തായത് അവർ ചോദ്യം മാറ്റിക്കൊണ്ടിരിക്കുക. ഇവരെ കാര്യമായിട്ടുള്ള ഉദ്ദേശം എന്താ അറിയോ? സാധാരണ മനുഷ്യരെ വിശ്വാസം ഉണ്ടാക്കുക, ജനങ്ങൾ വിശ്വാസം ഉണ്ടാക്കുക, ഒരു നിബിധങ്ങളുള്ള മഹബത്ത് കൊടുക്കുക. എന്താവസ്ഥ വരാൻ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മുജാഹിദ് ഇതിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഓർക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കണേ, പോലെ എന്താണ് ഓരോ മനുഷ്യന്റെ മനസ്സിൽ കുത്തിക്കയറ്റുന്നത്. ഒരു പ്രശ്നം ഇവര് ചോദിക്കണം എന്താ, ഇവര് പറയണെന്താ ഇവൽക്കന്നെ മനസ്സിലാവില്ല. ഇതാണ് വലിയ പ്രശ്നം. സത്യം പറഞ്ഞാലേ ഇതിന് മറ്റൊരു വശം കൂടി ഇല്ല, അത് നിൽക്കാറ്. ഇപ്പൊ ഇവര് പറയണ്ടല്ലോ എന്ത് മുത്തുനബി സ്വഹാബത്തും ചെയ്തു, മുത്തുനബി സ്വഹാബത്തും ചെയ്തു. പക്ഷെ ഇവരെ ഈ ചോദ്യം കേട്ടാൽ എന്താ വിചാരിക്കലോ, മുത്തുനബി സ്വഹാബത്തും ചെയ്ത കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തിരുന്നു, ഈ മുത്തുനബി സ്വഹാബത്തും ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാനാന്ന് വിചാരിച്ചു. ആ ഉദ്ദേശം കൊണ്ടൊന്നല്ല അവർ വിജയിക്കണേ. അതുപോലെ തന്നെ മുത്തുനബി സ്വഹാബത്തും ചെയ്ത എത്ര കാര്യങ്ങളുണ്ട്, അതുപോലെയൊക്കെ ദീനിന്ന് പുറത്താക്കണം ചെയ്യണം. അതിലിങ്ങോട്ട് ഒരു ചെയ്യലല്ല ചെയ്യണത്. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മധു പാടിയിട്ടുണ്ട് എത്ര ആൾക്കാർ. നമുക്കല്ല ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മധു പാടാൻ വേണ്ടി സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുന്ന മുത്തനബിയാർ. എന്നിട്ട് എന്താ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബദരീങ്ങൾക്ക് മധു പാടിയിട്ടില്ല ഉടനെ മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത്. അതേപോലെ തന്നെ മുത്തുനബി ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോ എന്താക്കിയിട്ടുണ്ട്? അവിടുന്ന് അൻസാരികള് തോലാൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചു. മുത്തുനബി എതിർത്തോ? ഇല്ല. അതേപോലെ ദഫ് മുട്ടി മുത്തുനബി എതിർത്തോ? ഇല്ല. ഇതൊക്കെ മുത്തുനബി അംഗീകരിച്ചതാണ്. ഇത് ദീനിൽ പറഞ്ഞതല്ലേ. ഇതിനെ നിന്ദിച്ചുകൊണ്ടാണ് ഓരെന്ത് പറയണത്, മുത്തുനബി സ്വഹാബത്ത് പറയണോ ചെയ്തുകൊണ്ടോ. ഓൽക്ക് ഇത് എന്താ അർഹത ഉള്ളത് ചോദിക്കാൻ അർഹത ഇല്ലല്ലോ ഓൽക്ക്. ഇതിന്റെ ഒരു യഥാർത്ഥ അടിസ്ഥാനം പറഞ്ഞാലോ, ഓൽക്ക് മുത്തുനബിയോട് എന്തില്ല, മഹബത്തില്ല, അതായത് സ്നേഹമില്ല. അപ്പോൾ ഒരു പലതും പറഞ്ഞ് കൂട്ടുകയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം എന്ത്, മുത്തുനബി ജനിച്ച ദിവസത്തിൽ എന്ത് അബൂലഹബ് വരെ സന്തോഷിച്ചിട്ട് എന്തായി, ഒരു അടിമ സ്ത്രീയെ, അതായത് സുഹൈബത്തുൽ അസ്ലമി പറഞ്ഞ സ്ത്രീ എന്തായി മോചിപ്പിച്ചു എന്നാണ്, അടിമ സ്ത്രീയെ. അതിനെന്തുണ്ട്, അബൂലഹബിന് നരകത്തിൽ എന്തുണ്ട്, ശിക്ഷയിൽ ഇളവുണ്ട് എന്നാണ് എന്ത് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കാനുള്ളത് എന്താണ്, അവര് നബിയോടുള്ള ദീനനുസരിച്ച് പറയാന്നല്ല, അവരുടെ മുടി നരച്ചവർ മുതലേ അവർ പഠിപ്പിച്ചെങ്ങനെയാണ്. അതുകൊണ്ട് ആ ഇതിന് ബാധിക്കാന്നല്ലാതെ കുറെ സ്വഹാബത്ത് പറയുന്നുണ്ടല്ലോ, മുത്തുനബി വഫാത്തതിന് ശേഷം മുത്തുനബി ഇല്ലാത്ത മദീന ഞങ്ങൾക്ക് കണ്ടെന്നൊക്കെ കുറെ സ്വഹാബത്ത് ഉണ്ടല്ലോ. കാരണം യുദ്ധത്തിൽ മുത്തുനബിന്റെ പല്ല് പൊട്ടിന്ന് പറഞ്ഞല്ലോ, അതിനൊരു സ്വഹാബത്ത് സ്വന്തം പല്ലും പാറക്കഷ്ണം കൊണ്ട് പൊട്ടിച്ചെന്നത്. അവരങ്ങനെ മഹബത്ത് ഉണ്ടായതുകൊണ്ടാണല്ലേ. ശരിക്കും ഇവർക്ക് എന്താണ്, ഇവർക്കിപ്പോ ആയത്ത് ഹദീസ് അതുകൊണ്ടൊന്നല്ല, അവർക്ക് തെളിവ് ഉണ്ടെങ്കിൽ തന്നെ ഓല് എന്താക്കൂല, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യൂല. കാരണം ഓല് മുത്തുനബീനെ മഹബത്ത് വെക്കണില്ല. ഇവര് കുറെ ജനങ്ങൾക്ക് മുത്തുനബിനോട് മഹബത്ത് ഉണ്ടാവും, അത് വലിയ എടുക്കാണ് ഒസ്വാസാക്കിയിട്ട്.
അല്ലാതെ ഇവർക്ക് ആദ്യം ഈ ആയത്തും ഹദീസും എന്നല്ല പഠിപ്പിച്ചെടുക്കും. ഇവർക്ക് ആദ്യം മഹബത്തെ പഠിപ്പിച്ചെടുക്കും. സ്നേഹം സ്നേഹം എങ്ങനെ സ്നേഹം ഇപ്പൊ ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്നുണ്ട് ഒരു വിശ്വാസം, അതാണ് ഇവരുടെ ലക്ഷ്യം. അല്ല ദീന് പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എന്ത് ഈ വഹാബികൾക്കില്ല. അതേപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നോമ്പ് നോൽക്കുന്നതിൽ 2 ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വ്യാഴോ തിങ്കളോ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? തിങ്കളാഴ്ച എന്നാ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫീഹി ഉലിത്തു, അതായത് ഞാൻ ജനിച്ചിരിക്കണ്, അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് നോമ്പ് അവന്ന് മനസ്സിലാക്കണ്ട, അവൻ സന്തോഷം പ്രകടിപ്പിക്കാന്നാണ്. ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിമിഷം പറയില്ലല്ലോ ഇതിൽ യഥാർത്ഥ അടിസ്ഥാനം. ഇവർക്ക് ഈ സ്വലാത്തും ഈ മദ്ഹ് പാടെന്ന് പറഞ്ഞ ഒരു വെറുപ്പുള്ള സംഗതിയാണ്. ഇവർക്ക് ഇത് ഇപ്പൊ ഈ ജനങ്ങളുണ്ടല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തല്ലല്ലോ, ഇപ്പൊ ഇവര് ഈ മുത്തനബി സ്വഹബത്തും ചെയ്തിട്ടുണ്ടോ എന്ന് ഇത് ഈ ജനങ്ങൾ കേൾക്കുമ്പോൾ എന്താ തെറ്റിയിരിക്കുക? ഇതാണോ ശരി എന്ന് വിചാരിക്കും. ഇവരങ്ങനെയാണ് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഒരു വിശ്വാസം വരുമ്പോ എന്താവും? അവർക്ക് നബിയോടുള്ള ആ മഹബത്തിന്റെ ഡോസ് കണ്ടു കുറയും.